PCOD എന്ന് പറഞ്ഞാൽ മിസ്ഡ് പീരീഡ്സ് എന്ന് മാത്രമല്ല അർത്ഥം. കൃത്യമായിട്ട് പീരീഡ്സ് ആവാത്തത് മാത്രമാണ് PCOD എന്ന് വിചാരിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ കൃത്യമായി പീരീഡ്സ് ആവുന്നവർക്കും PCOD ഉണ്ടാകാം. PCODയുടെ മറ്റു ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ആഹാരത്തിനും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനും അനുസരിച്ചല്ലാതെ വെയിറ്റ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുക, ആകെ വല്ലാത്തൊരു ക്ഷീണം, മടി, ഒന്നും ചെയ്യാനൊരു എനർജി ഇല്ലാത്ത പോലെ തോന്നുക, അത് പലതരത്തിലുള്ള ഒരു മൂഡ് ഫ്ലക്ച്വേഷൻസ് തോന്നുക, ദേഷ്യം, സങ്കടം, ഒരു കോൺഫിഡൻസ് തോന്നായിക, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കടന്നു വരുന്ന പോലെ തോന്നുക, ഇതൊക്കെ PCODയുടെ ഭാഗമായിട്ടും വരാം. ഇനി പീരീഡ്സ് ആകുന്നവർക്ക് അത് റെഗുലർ ആണെങ്കിലും ഇറഗുലർ ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസത്തിനപ്പുറം ബ്ലീഡിങ് നീണ്ടു നിൽക്കുക, ചിലവരിൽ വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്, വളരെ ക്ലോട്ട്സോട് കൂടി ബ്ലീഡിങ് വരിക, എന്നാൽ വേറെ ചിലരിൽ വളരെ സ്കാൻഡി ആയിട്ടുള്ള ബ്ലീഡിങ്, 1 ദിവസമോ 2 ദിവസമോ ഒരു പാഡോ മറ്റോ ഉപയോഗിക്കേണ്ട അത്ര മാത്രം ചെറിയ രീതിയിൽ ബ്ലീഡിങ് വരിക, ഉറക്കത്തിന് എത്ര ക്ഷീണിച്ചാലും നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റാതെ വരിക, ഇതൊക്കെ ഒരു പ്രായത്തിൽ, ഒരു അഡോളസെൻ്റ് ഏജിൽ കാണുന്ന PCODയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു താൽക്കാലിക ആശ്വാസം മാത്രം കണ്ടെത്താതെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനെ കൃത്യമായിട്ട് പരിഹരിക്കാൻ ആയുർവേദം കൊണ്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള വഴികൾ സെലക്ട് ചെയ്യുക ഏറ്റവും ചെറിയ പ്രായത്തിൽ PCODനെ മാനേജ് ചെയ്യാൻ.